ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് റെസിപ്പിയൊന്നുമല്ല, ഒരു ലഞ്ച് പ്രിപ്പറേഷൻ വീഡിയോ ആണ്. അപ്പോൾ നമുക്കിന്ന് ലഞ്ച് പ്രിപ്പറേഷൻ എന്ന് വെച്ചാൽ ഞാനിന്നൊരു ചട്ടിച്ചോറാണ് ഉണ്ടാക്കുന്നത്. ഒരു സിമ്പിളായിട്ടുള്ളൊരു ചട്ടിച്ചോറ്, ഒരുപാട് ഐറ്റംസ് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് രാവിലത്തെ പരിപാടി കഴിഞ്ഞ് ഉച്ചക്കത്തെ ഒരു ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയേക്കാണ്. അപ്പോൾ അതിൽ കാണിച്ചുള്ള റെസിപ്പിയൊക്കെ ഞാൻ ഷോർട്സ് ആയിട്ടും ലോങ് വീഡിയോ ആയിട്ടൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിന് തന്നെ കിച്ചണിലേക്ക് വന്നിട്ട് ജനലൊക്കെ ഒന്ന് തുറന്നിട്ടിട്ടുണ്ട്. നമുക്ക് ചോറ് വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം എടുക്കാം. ഈ വെള്ളം നമുക്ക് തിളക്കാൻ വേണ്ടിയിട്ടൊന്ന് ഇൻഡക്ഷൻ കുക്കറിലൊന്ന് വെക്കാം. അപ്പോൾ ഞാൻ ഇൻഡക്ഷൻ കുക്കറും ഗ്യാസൊക്കെ മിക്സ് ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത്. ഗ്യാസിനിപ്പോൾ നല്ല ബുദ്ധിമുട്ടാണല്ലോ കിട്ടാനൊക്കെ. അപ്പോൾ വെള്ളം തിളക്കട്ടെ. അപ്പോൾ ഞാനത് മൂടി വെക്കുന്നുണ്ട്. അപ്പോൾ മൂടി വെച്ചാൽ പെട്ടെന്ന് തിളച്ച് കിട്ടും. അതിപ്പോൾ എന്തിനാണെങ്കിലും ചായക്കാണെങ്കിലും വേറെ എന്താവശ്യത്തിനും വെള്ളം തിളപ്പിക്കാൻ വെച്ചാലും ഒന്ന് മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അത് തിളച്ച് കിട്ടും. അപ്പോൾ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട്. നന്നായിട്ട് തിളക്കുമ്പോഴാണ് ഞാൻ അരി ഇടുക. ചിലർ വെള്ളം ചൂടായാലും ഇടാറുണ്ട്. ഞാൻ നന്നായിട്ട് തിളക്കുമ്പോഴാണ് അരി ഇടുന്നത്. അപ്പോൾ നമുക്കതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. അപ്പോൾ അരി കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്കത് വെള്ളം തിളപ്പിക്കുന്നതിന് അതിൻ്റെ ഇടയിൽ ഒന്ന് ഗ്യാസിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കത് അരിയൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി ഒരു 10-15 മിനിറ്റൊക്കെ ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് ഇൻഡക്ഷൻ കുക്കറിലേക്ക് ഇൻഡക്ഷൻ കുക്കറല്ല, റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കാം. നമുക്കിത് കറിക്കൊക്കെ ആവശ്യമായിട്ടുള്ള പച്ചക്കറിയൊക്കെയാണ്. ഞാനിവിടെ അവിയൽ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഒരു മോരുകറി, പിന്നെ ചെമ്മീൻ റോസ്റ്റ് ചെയ്യുക. അങ്ങനെയാണ് ചട്ടിച്ചോറ് ഞാൻ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുള്ളത്. ചെമ്മീൻ ഞാൻ തലേന്ന് തന്നെ മാരിനേറ്റ് ചെയ്തിട്ട് കഴുകി വൃത്തിയാക്കി മാരിനേറ്റൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് പച്ചക്കറിയൊക്കെ ഒന്ന് തൊലിയൊക്കെ കളഞ്ഞിട്ടെടുക്കാം. അപ്പോൾ കുമ്പളങ്ങൊക്കെ ഒന്ന് കട്ട് ചെയ്യാണ്. കുമ്പളങ്ങ മോര് കറിക്കാണ്. പിന്നെ ഒരു കഷ്ണം അവിയലേക്ക് ഇടും. പിന്നെ അവിയലേക്ക് ചേന, പിന്നെ എൻ്റെ കയ്യിലുള്ള കഷ്ണങ്ങൾ വെച്ചിട്ടാണ് ഞാൻ എല്ലാതും ഉണ്ടാക്കുന്നത്. അവിയലൊക്കെ ഒരുപാട് കഷ്ണങ്ങളൊന്നും ഇടുന്നില്ല. ചേന, കായ, പിന്നെ ഉരുളക്കിഴങ്ങ്, പിന്നെ ഒരു കഷ്ണം കുമ്പളങ്ങ വെള്ളരിക്ക കൂടിയിട്ടാണ് ഇടുന്നത്. ഒരുപാട് കഷ്ണമൊന്നും വേണമെന്നില്ല, നമുക്ക് കയ്യിലുള്ള കഷ്ണങ്ങൾ വെച്ചിട്ട് അവിയൽ ഉണ്ടാക്കാമല്ലോ. അപ്പോൾ ഈ ഞാൻ മാരിനേറ്റ് ചെയ്തിട്ടുള്ള ചെമ്മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഞാൻ ഫ്രൈ ചെയ്തിട്ടാണ് ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കുക. ചിലർ വേവിച്ചിട്ടൊക്കെ ഉണ്ടാക്കും. ഞാനൊന്ന് ഫ്രൈ ചെയ്തിട്ട്, ഒരുപാടില്ല, ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ആണ് ഉണ്ടാക്കുന്നത്. ചെമ്മീനൊക്കെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ റോസ്റ്റിലേക്ക് ആവശ്യമായിട്ടുള്ള സവാളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാൻ കുറച്ചധികം മസാല ഉണ്ടാക്കും കേട്ടോ ചെമ്മീൻ ഉണ്ടാക്കുമ്പോൾ. ഇവിടെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് അതിൻ്റെ ഒരു ഗ്രേവി. അപ്പോൾ കൂടുതൽ സവാള ചേർത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് അധികം ഗ്രേവി ഉണ്ടാവും. അപ്പോൾ അതിന് ഗ്രേവിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ. ഞാൻ കൂടുതൽ സവാള എടുക്കും. അപ്പോൾ സവാളൊക്കെ ഒന്ന് ആയി വന്നിട്ടുണ്ട്. ഞാൻ ആ ചെമ്മീൻ പൊരിച്ചിട്ടുള്ള ആ ഒരു ഓയിൽ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവറും ഉണ്ടാവും. അപ്പോൾ സവാള ഒന്ന് ആയി വരുമ്പോൾ നമുക്കതിലേക്ക് തക്കാളിയൊക്കെ ഇട്ട് കൊടുക്കാം. ഞാൻ സവാള ഒരു മീഡിയം സൈസിലുള്ളൊരു 4 സവാളൊക്കെ എടുത്തിട്ടുണ്ട്. കൂടുതൽ വേണമെങ്കിൽ കൂടുതലും കൊടുക്കാം, കാരണം ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. അത് മാത്രം കൂട്ടിയിട്ടും ചോറ് കഴിക്കാൻ പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടമാണ്, കാരണം അതിൻ്റെ ഒരു ഫ്ലേവറൊക്കെ ഉണ്ടാവും. തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. അപ്പോൾ നമുക്കൊന്ന് മൂടി വെക്കാം. തക്കാളിയൊക്കെ ആയി വന്നിട്ടുണ്ട്, നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി കുറച്ച് മല്ലിയിലൊക്കെ ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഇടയിൽ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർത്തിട്ടുണ്ട്. അതൊന്നും വീഡിയോയിൽ എല്ലാം ഞാൻ ആക്കിയിട്ടില്ല, കാരണം റെസിപ്പി ഞാൻ ആക്കുന്നില്ലല്ലോ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ. പിന്നെ പൊടികളും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒന്നായി വരുമ്പോൾ നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീനും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിനൊക്കെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, ലോങ് വീഡിയോയും ഷോർട്ട് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത്. പിന്നെ മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിയില ഫ്ലേവർ ഇഷ്ടമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ ഫ്ലേവർ. അപ്പോൾ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ പുളി ആവശ്യമുള്ളവർക്ക് കുറച്ച് പുളി ചേർത്ത് കൊടുക്കാം. ഞാൻ പുളി ഇല്ലാതാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. പുളി ഇട്ടിട്ട് ഉണ്ടാക്കാം, അപ്പോൾ ചെറിയൊരു പുളിയുടെ ഒരു ഇതുണ്ടാവും. ഇപ്പോൾ പുളി ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കുറച്ച് വെള്ളം പോലെയാണെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് തിളപ്പിച്ചെടുക്കാം. ചിലർക്ക് ഇങ്ങനെ അതേ വെള്ളമില്ലാതെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്ക് അവയിലുള്ള കഷ്ണങ്ങളൊക്കെ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ കുക്കറിലാണ് വേവിക്കുന്നത്. ഒരു വിസിലൊക്കെ മതിയാവും, പെട്ടെന്ന് തന്നെ ആവും. പിന്നെ അതിലേക്ക് ഒരു പച്ചമുളകും കുറച്ച് വേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുക്കറിലാകുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് നമുക്കിതൊന്ന് വേവിക്കാം. നമുക്ക് ഒരു തരി വെള്ളമായിട്ടും ഒഴിച്ചു കൊടുത്താൽ മതി. ഒരുപാട് വെള്ളം ഒഴിച്ചുകൊണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് കുടഞ്ഞു കൊടുക്കാം. പിന്നെ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി, ഒരു 1/4 ഗ്ലാസ്സിൽ താഴെയൊക്കെ. കുക്കറിലാകുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും ചെയ്യും. ഒക്കെ വേവുള്ളതാണല്ലോ, ചേന ക്യാരറ്റും ഒക്കെ വേവുള്ളതാണ്. അപ്പോൾ അത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങയൊക്കെ ഒന്ന് ചിരകിയെടുക്കാം. നമുക്ക് അവിയലിൽക്കും പിന്നെ മോര് കറിക്കൊക്കെ തേങ്ങ വേണമല്ലോ.
അപ്പോൾ അതൊക്കെ ഒന്ന് ചിരകിയെടുക്കാം. അപ്പോൾ നമുക്ക് അവിയലേക്കുള്ള ഒരു അരപ്പ് ആദ്യം തയ്യാറാക്കാം. അപ്പോൾ ആദ്യം ഒരു മിക്സിയുടെ ജാറിലേക്ക്, ചെറിയ ജാറാണ് ഞാൻ എടുത്തിട്ടുള്ളത്, അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി, പച്ചമുളക് എരിവിനനുസരിച്ചുള്ള ഞാൻ ഒരു 3 ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ ജീരകം. പിന്നെ ഉള്ളി ചിലവരൊന്നും ചേർത്ത് കൊടുക്കില്ല, ഞാൻ ചേർത്ത് കൊടുക്കാറുണ്ട്. അതുകൊണ്ട് ഇഷ്ടമില്ലാത്തവർക്ക് അത് ഒഴിവാക്കാം. പിന്നെ ചില സമയത്ത് ഞാൻ ഇതിൽ തന്നെ തൈരും ചേർത്തിട്ട് അരച്ചെടുക്കുകയും ചെയ്യും. അപ്പോൾ പിന്നെ അത് ഒന്നിച്ചുകൊണ്ട് കഴിയുമല്ലോ. ഇപ്പോൾ ഞാൻ അങ്ങനെയല്ല. അപ്പോൾ വെന്തതിന് ശേഷം അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ ഞാൻ വേറൊരു പാത്രത്തിലേക്ക്, ഒരു പാനിലേക്ക് മാറ്റിയിട്ടുണ്ട്. കുക്കറിൽ തന്നെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. എന്നിട്ട് നമ്മൾ അരപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആദ്യം നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എല്ലായിടത്തുനിന്നും അരപ്പൊന്നും ആവട്ടെ. കുക്കറിൽ തന്നെ ചെയ്യണമെങ്കിൽ കുക്കറിലേക്ക് അരപ്പിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ തൽക്കാലം ഒന്ന് മാറ്റിയെന്ന് മാത്രം. ഇനി നമുക്ക് ഒരു 1/4 കപ്പ് എടുക്കാം. നമുക്ക് എത്ര പുളി ആവശ്യമുണ്ട്. ഇപ്പോൾ ചിലർക്ക് പുളി കുറവാകും ഇഷ്ടം, ചിലർക്ക് കൂടുതലാവും ഇഷ്ടം. അതൊക്കെ ഓരോരുത്തരുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. കുറച്ചൊരു പുളി വേണം. തീരെ പുളി ഇല്ലെങ്കിലും ഒരു ഇതാണ്. ഇപ്പോൾ നമുക്ക് ഈ സമയത്ത് പുളിയൊക്കെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം. പുളി നോക്കിയിട്ട്, പുളി കുറവുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ചില ആൾക്കാർക്ക് ഇങ്ങനെ ഡ്രൈ ആയിട്ടുള്ള അവിയലാവും ഇഷ്ടം, ചിലത് ഇങ്ങനെ കുഴഞ്ഞിട്ടുള്ളതാവും ഇഷ്ടം. ഇത് കുറച്ചൊന്ന് കുഴഞ്ഞതാണ് ഇഷ്ടം, ഒരുപാട് കുഴഞ്ഞതല്ല, കുറച്ചൊന്നൊരു നനവ് കൊടുക്കാനുള്ളതാണ് ഇഷ്ടം. നമുക്ക് ഒന്ന് തട്ടിപ്പൊത്തി വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ, കുറച്ച് കറിവേപ്പില ഒഴിച്ചിട്ട് ഒന്ന് മൂടി വെക്കാം. ആ ചൂടിൽ ആ കറിവേപ്പിലൊക്കെ ഒന്ന് ഇങ്ങനെ അതിൽ സെറ്റായിട്ടൊന്ന് വെന്ത് വരുമ്പോൾ നല്ലൊരു മണമാണ്. അപ്പോൾ നമുക്കത് മൂടി വെക്കാം. അപ്പോൾ അവിയൽ റെഡി ആയിട്ടുണ്ട്. നമുക്ക് മോരുകറിയും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ മോരുകറിക്ക് ഞാൻ ആ കുക്കർ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്, കഴുകിയിട്ടൊന്നുമില്ല. കാരണം കഷ്ണങ്ങൾ വേവിച്ചാണല്ലോ, അപ്പോൾ കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് വെള്ളരിക്ക ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂണൊക്കെ, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നമുക്കിതൊന്ന്, പിന്നെ വെള്ളം ചേർത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ കുമ്പളങ്ങ ഒരു 2-3 വിസിലൊക്കെ മതിയാവും. ഒരുപാട് ഇങ്ങനെ കുമ്പളങ്ങ അങ്ങനെ വെന്ത് കുഴയൊന്നുമില്ലല്ലോ. നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. നമുക്ക് അതിനുള്ളത് വേവട്ടെ. അപ്പോൾ അതിനുള്ള അരപ്പും തയ്യാറാക്കാം. അപ്പോൾ തേങ്ങ ഇട്ട് കൊടുക്കാം. ഒരു ആവശ്യത്തിനനുസരിച്ച്. ചിലർക്ക് അധികം തേങ്ങ ഇഷ്ടമുണ്ടാവില്ല, തൈര് കൂടുതൽ ഒഴിക്കുന്ന ഇഷ്ടം, പുളിയില്ലാതെ. ചിലർക്ക് കൂടുതൽ, അങ്ങനെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഞാനൊരു 1/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 കപ്പോളം തൈരും ചേർത്തിട്ടുണ്ട്. പിന്നെ ചെറിയ ജീരകമാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. പിന്നെ ഉള്ളി, പച്ചമുളകൊക്കെ ചേർത്ത് കൊടുത്തു. ചില ആൾക്കാർ വലിയ ജീരകം ചേർക്കും. എനിക്ക് ചെറിയ ജീരകത്തിൻ്റെ ടേസ്റ്റാണ് ഒന്നുകൂടെ ഇഷ്ടം. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കും മാറ്റുകയൊക്കെ ചെയ്യാം. 2 തരത്തിൽ ഞാൻ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ചെറിയ ജീരകം ചേർക്കുമ്പോഴുള്ള ഒരു ടേസ്റ്റാണ് എനിക്ക് കൂടുതലിഷ്ടം. അപ്പോൾ വെള്ളരിക്കൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. കുമ്പളങ്ങ എന്നാണ് എപ്പോഴും വായിൽ വരുന്നത്. വെള്ളരിക്ക വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ അരപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം മിക്സി ഒന്ന് കഴുകിയിട്ട് ആ ഒരു അതിൽ കുറച്ചുണ്ടാവുമല്ലോ, അതും കൂടി ഒന്ന് ചുഴച്ചിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് നല്ല കട്ടി വേണമെങ്കിൽ അങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട. ഇതിപ്പോൾ ഇരിക്കും തോറും ഒന്ന് കുറുകി വരുമല്ലോ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പതപ്പിച്ചെടുത്താൽ മതി, പിന്നെ തിളച്ച് വരണ്ട. അപ്പോൾ നമുക്ക് ഇനി അതൊന്ന് കടുക് പൊട്ടിക്കാം. അപ്പോൾ ആദ്യം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ഉലുവ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉലുവ കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് കുറച്ച് ഉണക്കമുളക്, ഒരു 5-6 ഉണക്കമുളക് നല്ല ടേസ്റ്റാണ്. അതിങ്ങനെ അതിൽ നിന്ന് കറിയിൽ നിന്ന് ഇങ്ങനെ തിരുമ്മി കഴിക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അതും ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിൻ്റെ കറിവേപ്പില, പിന്നെ കുറച്ചൊരു മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ കളർ ഒരു ചേഞ്ച് ആയിട്ട് വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ എരിവ് ഇപ്പോൾ കുറവുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സമയത്ത് ഇട്ട് കൊടുത്ത എരിവ് ഒന്ന് ശരിയായി കിട്ടും. നമുക്കത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കറി ഇങ്ങനെ ഇരിക്കുന്നതോറും ഒന്ന് കുറുകി വരും കേട്ടോ. ചിലർക്ക് അധികം കട്ടിയില്ല കറിയാവും ഇഷ്ടമുണ്ടാവും. എനിക്ക് കുറച്ച് കട്ടിയിലാണ് ഇതിഷ്ടം. അപ്പോൾ നമുക്ക് കുറച്ച് നേരം ഒന്ന് മൂടി വെക്കാം. അപ്പോൾ ഈ കാച്ചിയൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം മൂടി വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ ആ ഒരു ഫ്ലേവറൊക്കെ എല്ലാ ഭാഗത്തേക്കും ഇറങ്ങും. അതിന് ശേഷം ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ നമ്മളെ റൈസ് കുക്കറിൽ നിന്ന് ഞാൻ ചോറ് എടുത്തിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് വേണം നമുക്കത് ഊറ്റാനും. ചോറൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഒരു 1-1.5 മണിക്കൂറൊക്കെ മതിയാവും. അരിക്കനുസരിച്ച്, അല്ല അരി കൂടുതൽ വേവുള്ളതാവും, ചിലത് വേവ് കുറവാവും. അപ്പോൾ ഞാനിങ്ങനെ കൊട്ടക്കയിൽ വെച്ചിട്ടാണ് ഊറ്റുക. കൊട്ടക്കയിൽ നിന്ന് അവിടെ പറയുന്നത്, കൊട്ടക്കയിൽ വെച്ചിട്ടാണ് ഊറ്റുക. അതിനെ വാർത്തെടുക്കുകയല്ല ചെയ്യുക. അപ്പോൾ ചോറ് തിളപ്പിച്ച് ഊറ്റുകയൊക്കെ ആണെങ്കിൽ വാർത്തിട്ട് ഡയറക്റ്റ് ഓട്ടപാത്രത്തേക്ക് ഒഴിച്ചു കൊടുക്കും. അല്ലാതെ ആണെങ്കിൽ ഇങ്ങനെ ഊറ്റിയിട്ട് വേറെ പാത്രത്തിൽ ഇട്ട് കൊടുക്കും. എന്നിട്ട് ആ പാത്രം ഒന്ന് ഇങ്ങനെ ചൂടാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ അതിലത്തെ വെള്ളമൊക്കെ ഒന്ന് പൊട്ടി വരും. അപ്പോൾ നനവൊക്കെ ഒന്ന് മാറിക്കിട്ടും. ചോറ് മൊത്തം ഊറ്റി കഴിഞ്ഞിട്ട് നമ്മൾ ഒന്ന് ആ പാത്രം ഉണ്ടല്ലോ, ഊറ്റിയിടുന്ന പാത്രം ഉണ്ടല്ലോ, അതൊന്ന് ചെറുതായിട്ടൊന്ന് കുറച്ച് നേരം ഗ്യാസിന് മേലെ വെച്ചാൽ മതി. ഒരു 5 മിനിറ്റ് ഒന്നും വേണ്ട, 2 മിനിറ്റൊക്കെ. അപ്പോൾ അതിൻ്റെ ഒരു വെള്ളമയൊക്കെ പോയിട്ട് അരി ഒന്ന് ചോറൊന്ന് ഇതായി കിട്ടും, ആ നനവ് മാറി കിട്ടും. അപ്പോൾ അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ നമ്മൾ ചോറും കറിയൊക്കെ കൂടെ റെഡി ആയിട്ടുണ്ട്, ചോറായിട്ടുണ്ട്. പിന്നെ അപ്പോൾ നമ്മളെ ചോറും കറികളൊക്കെ കൂടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ
നമുക്കിത് ഇടയ്ക്ക് ഇങ്ങനെ ഒരു വ്യത്യാസമായിട്ട് കഴിക്കാം. ചട്ടിച്ചോറൊക്കെ ഉണ്ടാക്കി കഴിക്കാം. ഒരു വ്യത്യാസമായിട്ട് കഴിക്കാമെന്ന് മാത്രം. എപ്പോഴും ഒരുപോലെ തന്നെയല്ല കഴിക്കുന്നത്. അപ്പോൾ ചട്ടിച്ചോറ് പൊതിച്ചോറൊക്കെ ആയിട്ട് കഴിക്കാം. കുറച്ചുകൂടെ കറി ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു. അപ്പോൾ ഉള്ള കറി വെച്ചിട്ട് ഞാൻ ഉള്ള സാധനങ്ങൾ വെച്ച് കറി വെച്ചിരിക്കുകയാണ്. കുറച്ചുകൂടെ കറി ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് എന്ത് വെച്ച് ഉള്ളത് എന്താണോ അത് വെച്ച് ഉണ്ടാക്കിയെടുത്താണ്. അപ്പോൾ ചട്ടിച്ചോറ് നല്ല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി ഇടയ്ക്കൊക്കെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ എൻ്റെ ലഞ്ച് പ്രിപ്പറേഷൻ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.